നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് യൂസ് ചെയ്ത് ഭയങ്കര ഈസി ആയിട്ട് ഒരു ക്ലേ ഉണ്ടാക്കിയെടുത്താലോ. ഈ ഒരു ക്ലേ റെസിപ്പി കുറച്ച് ദിവസമായി എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കിടന്ന് കറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ട് എങ്കിൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഒരു പാത്രത്തിൽ ഇതേപോലെ ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് കോൾഗേറ്റ് ആണ്. എൻ്റെ കയ്യിൽ കോൾഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ കുറച്ച് കുഞ്ഞ് പേസ്റ്റിൻ്റെ ട്യൂബ് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ട കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓറഞ്ചായിരുന്നു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്താണ് നമ്മുടെ ക്ലേയുടെ മെയിൻ പാർട്ട്, വേറെ ഒന്നുമല്ലോടെ മിക്സിങ്. ഈ ഒരു ക്ലേയുടെ പകുതി ഭാഗം മിക്സിങ് തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കളർ ആഡ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരാഴ്ച അങ്ങനെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യില്ല കേട്ടോ, കാരണം എക്സാംസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറി ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞതാണ്. അടുത്തതായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലേയുടെ മെയിൻ ആൾ, വേറെ ഒന്നുമല്ലോ ടാൽക്കം പൗഡർ. ഈ ഒരു പൗഡർ എൻ്റെ വീട്ടിലിരിക്കുന്നതാണ്. സംഭവത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത്. ക്ലേ വർക്കാവും എന്നൊരു ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങി. പിന്നെ നിങ്ങൾക്കും ഇതേപോലെയുള്ള വെറൈറ്റി ക്ലേ റെസിപ്പീസൊക്കെ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കുറേ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ ആഡ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ട വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാനും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതാ വീണ്ടും മിക്സിങ്. സത്യത്തിൽ ഈ ഒരു ക്ലേയിൽ ആകെ ഒരു പണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിക്സിങ് മാത്രമാണ്. അങ്ങനെ കുറേ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് കൈ യൂസ് ചെയ്തിട്ടും കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. സത്യം പറയാലോ, ഈ ഒരു ക്ലേയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കളർ ആയിരിക്കില്ല നമുക്ക് കിട്ടുക. കാരണം ഞാൻ വേറെ 2 കളറും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പർപ്പിൾ ആഡ് ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ തരം കളേഴ്സൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ കൈ യൂസ് ചെയ്തിട്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി കൂടി ഡ്രൈ ആണെന്ന് കണ്ടപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അധികം മിക്സ് ചെയ്തിട്ടുള്ള പരിപാടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ടേബിളിൽ വെച്ച് ചെയ്യാണ്ട് ഇതേപോലെ നിലത്തിരുന്ന് ചെയ്തത്. എന്തായാലും കുറേ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലേ ഇവിടെ സെറ്റായിട്ട് കിട്ടും. ഇതങ്ങനെ 100% അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഒരു 80% ഒക്കെ അടിപൊളിയാണ്. ഈ ക്ലേ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. ഇത് സെറ്റായെന്ന് കണ്ടപ്പോൾ ഞാൻ വേറെ 2 കളറിലും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പക്ഷേ ഉണ്ടാക്കി വെച്ചാൽ 3 കളേഴ്സിൽ ആ ഒരു ക്രീം കളറിന് പകരം വൈറ്റ് ആയിരുന്നെങ്കിൽ കറക്റ്റ് ഇന്ത്യൻ ഫ്ലാഗ് ആവുമായിരുന്നു. എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട.